ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ അനുഭവ സാക്ഷ്യം ചില കമ്പിവാക്യങ്ങളായി ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. ഈ അടുത്ത പ്രദേശത്ത് നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് പെരിന്തൽമണ്ണയ്ക്ക് അടുത്ത് മേലാറ്റൂർ പ്രദേശത്ത് എൻ്റെ വല്യാപ്പനായിട്ട് കുടിയേറുകയുണ്ടായി. ആ കാലത്ത് പള്ളിയില്ലായിരുന്നു. എൻ്റെ വല്യാപ്പൻ ഒരു ഷെഡ് മേഞ്ഞുണ്ടാക്കി എൻ്റെ വല്യാമ്മയാണ് അത് നിലം വൃത്തിയാക്കി ചാണകം മെഴുകിയതല്ല. ഞാൻ അറിയില്ല, ആ കഥകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ കുടുംബം വളരും തോറും സമാധാനക്കേടും വളർന്നുകൊണ്ടിരുന്നു. ഞാൻ അധ്യാപകനായതോടുകൂടെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്ന സംഘടനയുടെ നേതാവായി. അതുപോലെ സൺഡേ സ്കൂൾ ഇൻസ്പെക്ടറായി, പള്ളിയിലെ നേതാവ്. ഒരേ സമയം രണ്ട് സ്വഭാവം. വവ്വാലെന്ന് പറയുന്ന പക്ഷിയെ കുറിച്ച് ചൊല്ലുണ്ട്. പക്ഷികളെ കാണുമ്പോൾ ചിറകടിച്ച് കാണിക്കും, മൃഗങ്ങളെ കാണുമ്പോൾ പല്ലിളിച്ച് കാണിക്കും. എൻ്റെ ഭാര്യയും അമ്മയും കരയാത്ത രാത്രികളില്ല. കാരണം ഞങ്ങൾക്കൊരു മകൻ ജനിച്ചത് ബുദ്ധിയില്ലാതെ 3 വയസ്സിലാണ് മനസ്സിലാകുന്നത്. ഞാൻ തകർന്നുപോയി. എൻ്റെ സ്വന്തം കഴിവുകൊണ്ടൊന്നും നടക്കില്ല എന്ന് മനസ്സിലായി. ഒരു വല്യപ്പച്ചൻ നിർബന്ധിച്ചതനുസരിച്ച് 1995 എൻ്റെ വല്യമ്മച്ചിയും ഞാനും ഈ പ്രദേശത്ത് കർത്താവിൻ്റെ വചനം കേൾക്കാൻ വന്നു. എല്ലാം നന്മയ്ക്ക് എന്ന ദേവദാസൻ പ്രസംഗിച്ചപ്പോൾ എൻ്റെ ഒരേ ഒരു മോഹനുള്ളത് ഈ സ്ഥിതിയിലായത് നന്മയ്ക്കാണെന്നുള്ള ഭാഷ എനിക്ക് മനസ്സിലായില്ല. പിന്നെയും ഞാൻ വചനം കേട്ടുകൊണ്ടിരുന്നു. അന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. അമ്മയുടെ പള്ളി ഇവിടെ നിന്ന് നോക്കി കാണുന്ന കടമറ്റം പള്ളിയാണ്. അമ്മയുടെ കാർന്നവന്മാരുടെ പേരിൽ വഴിപാട് കുർബാനയും ഓർമ്മ കുർബാനയും എല്ലാം കഴിക്കണം. അതിനാണ് അമ്മ എൻ്റെ കൂടെ പോകുന്നത്. ഞാനാണെങ്കിൽ തകർന്ന ഹൃദയവുമായി വന്നു. അമ്മ എന്തിനു വന്നു അത് മറന്നുപോയി. അമ്മ പന്തലിന്റെ ചോട്ടിൽ എഴുന്നേക്കാതെയായി. ഞാനും അതുപോലെ തന്നെ. അന്ന് സമാധാനത്തോടെ ആ പന്തലിൽ നിന്ന് എഴുന്നേറ്റ് പോയി. എൻ്റെ ഭാര്യ അവളുടെ വീട്ടിലായിരുന്നു. അവൾക്ക് ഞാൻ ഇവിടെ ഇരുന്ന് കത്തെഴുതി, നീ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ പഴയ ജോസിനെയല്ല പുതിയ ജോസിനെയാണ് കാണുക. ജീവിതം മാറി. മോൻ സംസാരിക്കാൻ, മോൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി, അമ്മയെന്ന് വിളിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതിലപ്പുറം ഒരു അനുഭവം എന്തിനു വേണം? എന്നാൽ അധ്യാപകനായതോടുകൂടെ സ്കൂളൊരു വിഗ്രഹമായി. ഞാൻ ചുരുക്കി പറയുകയാണ്, സ്കൂളിലാണ് എല്ലാം. കൂട്ടായ്മ കഴിഞ്ഞാൽ സ്കൂൾ കാര്യത്തിന് ഓടും. സ്കൂൾ അവസാനം പ്രധാനവും കൂട്ടായ്മ 2ാം സ്ഥാനവുമായി മാറി. ഞാൻ ഒരേ ഒരു കാര്യം ആഗ്രഹിച്ചുള്ളൂ. ഒരു LP സ്കൂൾ 1000-ലധികം കുട്ടികൾ പഠിക്കുന്നു. സമീപത്തെ സ്കൂളുകളിലൊക്കെ കുട്ടികൾ കുറവ്. എനിക്കൊരു അധ്യാപക അവാർഡിന് യോഗ്യതയില്ല ദൈവമേ. വേറെ ഒരു സ്വന്തം കാര്യം ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എനിക്ക് റിട്ടയർഡ് ആവുന്നതിന് 1 വർഷം മുമ്പ് കിട്ടിയത് സസ്പെൻഷനാണ്. എനിക്ക് കാര്യം മനസ്സിലായി. തിരിയണമല്ലോ എന്ന്, നേരെ പോകുന്ന തിരിച്ചു വരണമല്ലോ എന്ന് മനസ്സിലായി. എന്നെ പല പ്രാവശ്യം ദൈവമക്കൾ ഉപദേശിച്ചു. എന്നാൽ അടിക്കടി പിന്നെ ദുരിതങ്ങളായിരുന്നു. എൻ്റെ മോനെ ടെൻഷൻ കൂടി വന്നു. എൻ്റെ മൂത്ത മോളുടെ ജീവിതത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക് കൊടുങ്കാറ്റ് പോലെ പല പ്രശ്നങ്ങളും കയറി വന്നു. എനിക്ക് ഉറക്കമില്ലാതെയായി. എൻ്റെ കരളിന് മാരകമായ കരൾ രോഗം. ഒരു കേടുമില്ലാത്ത കരളായിരുന്നു. ലിവർ സിറോസിന്റെ ലാസ്റ്റ് സ്റ്റേജ്. ഒരു ചെറിയ ട്രെയിൻ നിറയൊക്കെ ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്നു. വെന്റിലേറ്ററിലാകുന്നു. ഡോക്ടർ പറഞ്ഞു, ഇനി രക്ഷയില്ല, ഇനി എത്രയും വേഗം ട്രാൻസ്പ്ലാന്റ് ചെയ്യുക
എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ചെന്നു. അവിടുത്തെ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു. അവിടെ 3 ദിവസത്തെ ടെസ്റ്റിന് രാവിലെ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ അതിഭയങ്കര വേദന. ഞാൻ വലിയ കൊമ്പനാണെന്ന് വിചാരിച്ചിരുന്ന വലിയ ഏറ്റവും അഹങ്കാരി, പുറമേ ശാന്തനും. പക്ഷെ ഞാൻ തകർന്നുപോയി. ഞാൻ രാവിലെ നിലവിളിച്ചുകൊണ്ട് കോലഞ്ചേരിയിൽ ബഹുമാനപ്പെട്ട CMR സാറിനെ വിളിച്ചു. സാറേ, ഞാൻ തകർന്നു സാറേ. രോഗം കൊണ്ടല്ല, വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഇന്നാണ് ലാസ്റ്റ് ടെസ്റ്റുകളല്ല. ജോസ് സമാധാനമായിട്ട് പോയി. ഞാൻ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ, കഴിഞ്ഞതിന് മുമ്പത്തെ സെക്കൻഡ് സാറ്റർഡേയിലെ കാര്യമാണ് ഈ പറയുന്നത്. ഞാൻ അകത്തിരിക്കുന്ന അവിടെ ശുശ്രൂഷിക്കുന്ന ദൈവമക്കളോട് എല്ലാവരോടും ഞാൻ പറയാം, ദൈവമക്കളെ, അന്ന് ടെസ്റ്റ് കഴിഞ്ഞ് മെയിൻ ഡോക്ടർ എൻ്റെ റൂമിൽ വന്നു. ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. താൻ മുമ്പ് കണ്ടിരുന്ന ഡോക്ടറെ തന്നെ കാണുക എന്ന്. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഡ്രസ്സും 1 മാസം നിൽക്കേണ്ട സർവ്വ സാധനങ്ങളുമായിട്ടാണ് പോയത്. വേണമെങ്കിൽ ഇപ്പൊ ഒരു ടിപ്സ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് അത് വേണമെങ്കിൽ ചെയ്യാം, അതൊന്നും നിർബന്ധമില്ല. എന്റെ ഡോക്ടറെ ഞാൻ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, എൻഡോസ്കോപ്പി ചെയ്യാം. ഈ കഴിഞ്ഞ ദിവസം ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു എൻഡോസ്കോപ്പിയും വേണ്ട, സ്വല്പം മരുന്ന് മതി, ചെറിയ 1-2 ഗുളിക ഞാൻ എഴുതാം, അത് കഴിച്ചാൽ മതി. ഇന്ന് ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് സ്വന്തം കാർ ഓടിച്ചാണ് പോകുന്നത്. ഇപ്പോൾ എഴുന്നേറ്റപ്പോൾ ജോർജ് സാറിനോട് ചോദിച്ചു, ചെയറിലിരുന്ന് സംസാരിക്കണോ, നിന്ന് സംസാരിക്കാൻ പറ്റുമോന്ന്. എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ നന്ദി കൊണ്ട് ഈ വേദിയിലിരുന്ന് ഓടിച്ചിരിച്ചു.